നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ പല പാസ്വേഡുകളും സേവ് ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, അതുപോലെ തന്നെ ഗൂഗിളിലൂടെ എന്തെങ്കിലും നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ വെബ്സൈറ്റിൽ കൊടുക്കുന്ന പാസ്വേഡൊക്കെ ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിന്നെ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആകും. എന്നാൽ പല ആളുകളും സംശയിക്കുന്നുണ്ട്, നമ്മുടെ ഇത്തരത്തിൽ നമ്മൾ അറിയാതെയോ നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ വെബ്സൈറ്റോ ആപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാസ്വേഡ് കിട്ടില്ലേ എന്ന്. അപ്പോൾ പല ആളുകളും ആ ഒരു പാസ്വേഡ് ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് പാസ്വേഡ് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഓരോ ആപ്പിനും വെബ്സൈറ്റും നമ്മൾ പ്രത്യേകം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഭാഗത്തു നിന്ന് നമ്മുടെ ഡാറ്റകൾ ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സെറ്റിങ്സ് ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്, എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കണം ഈ സെറ്റിങ്സ്. അപ്പോൾ ഏതാണ് നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പാസ്വേഡുകൾ സേവ് ആകുന്നതിന് വേണ്ടി ഇത് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മുടെ ഈ പാസ്വേഡ് ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും, പാസ്വേഡ് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ലോക്ക് ആണെങ്കിൽ ഫിംഗർ ലോക്ക് ചോദിക്കും. ഞാനത് കൊടുക്കുകയാണ്. ഫിംഗർ ലോക്ക് കൊടുത്തതിന് ശേഷം രണ്ട് സെറ്റിങ്സ് എനേബിൾ ആയത് കാണാം. മൂന്നാമത്തെ ഒരു സെറ്റിങ്സ് കൂടെ ഉണ്ട്, അതുകൂടെ അങ്ങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് 3 സെറ്റിങ്സും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക് സേവ് ആയാലും അത് ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ലോക്ക് കൂടെ കിട്ടിയാൽ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങളറിയാതെ ഉപയോഗിക്കുന്നു എന്നുള്ള ഭയം നിങ്ങൾക്കില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഗൂഗിൾ അവതരിപ്പിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.